ഇതൊരു മിനി അക്വാപോണിക് സിസ്റ്റമാണ്, മനസ്സിലായ? ഇതൊരു 200 ലിറ്ററിൻ്റെ ഡ്രമ്മ് നമ്മൾ മുറിച്ചിട്ട് കമഴ്ത്തി വെച്ചിട്ട് ഈ മേലത്തെ ഭാഗം ഗ്രോ ബെഡാക്കി പച്ചക്കറി ഉണ്ടാക്കാവുന്ന സ്ഥലമാക്കി, താഴത്ത് എന്താണ് മത്സ്യങ്ങളെ വളർത്തുന്നത്. അപ്പോൾ ഇതിലെ വെള്ളം ഇതിലേക്ക് കയറുന്നുണ്ട്, കയറി കഴിഞ്ഞ വെള്ളം തിരിച്ച് ഇതിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഇതിങ്ങനെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ഈ ഇതിൽ ഇഷ്ടംപോലെ പച്ചക്കറി ഉണ്ടായിരുന്നു, ഇതിൽ മുളകും തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ചെറിയ വീട്ടിൽ സ്ഥലമില്ലാത്തവർക്കൊക്കെ, വീട്ടിൽ ഇപ്പോൾ പഴയ പോലെ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് സ്ഥലമില്ലാത്ത ആൾക്കാർക്കും ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു സിസ്റ്റമാണ് ഇത്. വേറെ മെനക്കേടൊന്നുമില്ല, മറ്റേ മണ്ണിലെ പോലെ നമുക്ക് കിളക്കണ്ട, മണ്ണ് വളരണ്ട, വെള്ളമൊഴിക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മത്സ്യങ്ങൾക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കാൻ ഇഷ്ടമല്ലേ? എനിക്ക് മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ഇഷ്ടമല്ലേ? ഇല്ലേ? അപ്പം മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ അവരുടെ വിസർജ്ജം അടങ്ങിയ അമോണിയ അടങ്ങിയ വെള്ളമാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിലെന്തുണ്ടാവുമെന്ന് മനസ്സിലായ? ഇതിലൊരുപാട് ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകളിനെ അതിനെ വിഘടിപ്പിച്ച് അതിനുവേണ്ട നൈട്രേറ്റും ഒക്കെ ആയിട്ട് മാറ്റുകയാണ്. രണ്ട് തരം ബാക്ടീരിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. നൈട്രോസോമോണസ്, നൈട്രോബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയകൾ ഇതിലുണ്ട്. അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മത്സ്യങ്ങളുടെ അമോണിയ അടങ്ങിയ വെള്ളം വരുമ്പോൾ ഈ ബാക്ടീരിയകൾ ഇതിൽ ഫോം ചെയ്യും. അവരാണ് ഈ നൈട്രേറ്റൊക്കെ മാറ്റി ചെടികൾക്ക് ആവശ്യമുള്ള മൂലങ്ങളാക്കി മാറ്റുന്നത്. തിരിച്ച് ശുദ്ധമായ വെള്ളം ഇതിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് 2 കൃഷി ചെയ്യാൻ പറ്റും. മത്സ്യം കൃഷി ചെയ്യാം, പച്ചക്കറിയും കൃഷി ചെയ്യാം.